അടിമ സമ്പ്രദായം എന്ന് പറയുന്നത് പരിപൂർണമായും നിരോധിച്ചല്ലോ ഐക്യരാഷ്ട്രസഭയുടെ വകയായിട്ട്. അപ്പോൾ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അടിമ ഉടമ എന്ന് പറയുന്ന സമ്പ്രദായമുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ലോക പോലീസിന് കേസെടുക്കാം. എന്നിട്ടും റസൂലുള്ളാഹി ഈ പറഞ്ഞത് പുലരൽ പിന്നെങ്ങനെ നടക്കും? അടിമ സ്ത്രീ ബോസിനെ പ്രസവിക്കൽ. അപ്പോൾ ആ പറഞ്ഞിട്ടുള്ളതും ഒരു ഉപമ വെച്ചുകൊണ്ടുള്ള സംസാരമാണ്. എന്താണ്? ഐക്യരാഷ്ട്രസഭ അടിമ ഉടമ സമ്പ്രദായത്തെ നിരോധിച്ചു കഴിഞ്ഞാലും ഈ ഉപമിച്ചു പറയൽ അതിന് സാധ്യത എങ്ങനെ വരുന്നു? ഈ ധനിക വീടുകളിൽ ദാരിദ്ര്യമുള്ള സ്ത്രീകളെ വേലക്കാരികളായി വെക്കുന്നു. അങ്ങനെ ആ ധനികരായ ദമ്പതികൾക്ക് അവർ സിഒകളാണ്. ഭർത്താവ് ഒരു കമ്പനിയുടെ സിഒ, ഭാര്യ മറ്റൊരു കമ്പനിയുടെ സിഒ. അവർക്ക് സമയമില്ല. ഒരു കുഞ്ഞിനെ വേണം അവർ. അത് അവരിലേക്ക് തന്നെ ചേർക്കപ്പെടണം. DNA പശ്ചാത്തലത്തിൽ പോറ്റുമകനൊന്നും ആയാൽ പറ്റില്ല. അപ്പോൾ അവർ രണ്ടുപേരും എന്തു ചെയ്യുന്നു? അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഈ ഭാര്യയുടെ ഗർഭപാത്രത്തിൽ ഒരു സിക്താണ്ഡം രൂപപ്പെടുന്നു. സിക്താണ്ഡം രാത്രിയിൽ രൂപപ്പെട്ടു കഴിഞ്ഞാൽ നേരം പുലർന്നതിന് ശേഷം അവർ ഹോസ്പിറ്റലിൽ പോകും. ആ രൂപപ്പെട്ട സിക്താണ്ഡത്തെ ആധുനിക ശീതീകരണ യന്ത്രങ്ങളുടെ സഹായത്തോടുകൂടെ പുറത്തെടുത്ത് ആ സിക്താണ്ഡത്തിലെ ട്യൂബിലേക്കാക്കും. എന്നിട്ട് ആ ട്യൂബിനെ തന്റെ വീട്ടിലുള്ള അവർ രണ്ടുപേരുടെയും വീട്ടിലുള്ള വേലക്കാരി പെണ്ണിനോട് പറയുന്നു, നിന്റെ ഗർഭപാത്രം താ. അപ്പോൾ മാസാന്തം 10,000-ഓ 12,000-ഓ കിട്ടുന്ന ആ ശമ്പളം കൊണ്ട് മാത്രം തന്റെ സ്വന്തം ഭർത്താവിനെയും മക്കളെയും സംരക്ഷിക്കേണ്ട ബാധ്യതയുള്ള ആ പാവപ്പെട്ട പെണ്ണ് സമ്മതം മൂടുന്നു. ഗർഭപാത്രം വാടകയ്ക്ക് കൊടുക്കും. അങ്ങനെ ബോസിന്റെ ഭാര്യയുടെയും ആ DNA പൊരുത്തപ്പെടുന്ന ഒരു സിക്താണ്ഡം 9 മാസം ഈ വേലക്കാരിയുടെ ഗർഭപാത്രത്തിൽ വളരുന്നു. അങ്ങനെ പ്രസവം കഴിഞ്ഞാൽ എന്തായിരിക്കും ഈ കുഞ്ഞിന്റെ അവസ്ഥ? ആ കുഞ്ഞിന്റെ അവസ്ഥ, ആ പ്രസവിച്ചിട്ടുള്ള മാതാവ് അത് കുഞ്ഞ് വലുതാകുന്നതിനനുസരിച്ച് അമ്മേ ഉമ്മേ എന്ന് വിളിക്കുന്ന ഒരു കണ്ടീഷനല്ല ഉണ്ടാവുക. മറിച്ച് എന്താണ് ഉണ്ടാവുക? അത് വാടക ഗർഭപാത്രത്തിന്റെ ആളായും കൊണ്ട് വീട്ടിൽ വേലക്കാരിയായി നിൽക്കുന്നവളെ എന്നാണ്. അതോടുകൂടെ ആ വലുതാകുന്ന മകൻ അത് ബോസായിട്ട്, അല്ലെങ്കിൽ ആ മകൾ ഒരു ബോസായിട്ടും, ഈ ഗർഭപാത്രം കൊടുത്തിട്ടുള്ള അമത്ത് ആ വീട്ടിലെ അമത്തായിട്ടും, ഇങ്ങനെ വാടക ഗർഭപാത്രങ്ങളിലൂടെ ജനനം നടക്കുക എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യയുടെ വളർച്ചയായിരിക്കാം ലോകാവസാനത്തിന്റെ ലക്ഷണം എന്ന രൂപത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ഈ പറയുന്നത്. അന്തരിതൽ അമത്തൂറപ്പത്ത. ഇന്ന് നമുക്ക് സാധാരണയായി കാണാൻ കിട്ടുന്ന ഈ ഒരു മുഖചിത്രം റസൂലുള്ളാഹി പറയുന്ന കാലത്ത് അന്നൊരു പക്ഷേ ആളുകൾക്ക് ഊഹിക്കാൻ പോലും കഴിയുന്നുണ്ടാവില്ല. ഇന്നിപ്പോൾ നമുക്ക് അത് സൂര്യപ്രകാശം പോലെ തെളിഞ്ഞു കഴിഞ്ഞു. ധനികരുടെ വീടുകളിലെ വർഷങ്ങളോളം താമസിക്കുന്ന ആ വേലക്കാരികളെ പോലെ ജീവിതം കഴിക്കുന്ന ദരിദ്ര സ്ത്രീകൾ അവരുടെ ഗർഭപാത്രം കൊടുത്തുകൊണ്ട് പ്രസവിച്ചിട്ട മക്കൾ വണ്ടിയിൽ കയറുമ്പോൾ ആ ഗർഭപാത്രം കൊടുത്ത സ്ത്രീയോട് പറയുക, അടിമ സ്ത്രീയോട് സംസാരിക്കുന്നത് പോലെയുള്ള ഭാഷയിലാണ്. കാരണം വേലക്കാരിയാണ്, അതിന് യാതൊരു സംശയവുമില്ല. DNA പ്രകാരം ഫാദർ ആരാണ്? അത് ആ മുതലാളിയാണ്. DNA പ്രകാരം മദർ ആരാണ്? അത് ആ ധനികന്റെ ഭാര്യയാണ്. ഈ കുട്ടി ഉരുത്തിരിയാൻ ആവശ്യമാകുന്ന സിദ്ധാന്തത്തിൽ ആവശ്യമായിട്ടുള്ള ക്രോമസോമുകൾ അത് 23 പിതാവിൻ്റേതുണ്ട്,
23 മാതാവിൻ്റെതിനും ആ 23 46 ക്രോമസോമുകളിൽ ഒന്നുപോലും ഈ വീട്ടിലെ വേലക്കാരി പെണ്ണിന്റേതില്ല. പിന്നെന്തിനാണ് ആ പെണ്ണിനെ ഉമ്മ എന്ന് വിളിക്കുന്നത്? എന്നാൽ പ്രസവിച്ചു എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. ആ വസ്തുതയോട് പൊരുത്തപ്പെടേണ്ട ആവശ്യമില്ലാതെ ഈ ചെറുക്കൻ അല്ലെങ്കിൽ ആ പെണ്ണും വെള്ള അവിടെ പെരുമാറുന്നു. ഇത് നിങ്ങൾക്ക് കാണാൻ അവസരം കിട്ടിയാൽ ഉടനെ മനസ്സിലാക്കിക്കൊള്ളണം. അല്ലാഹു തആലയെ കൺമുമ്പിൽ കാണുന്ന പോലെയുള്ള ആ മാറ്റ് കൂടിയ ഇസ്ലാമിന്റെ ഇബാദത്തുണ്ടല്ലോ, ടോപ്പ് നിലവാരത്തിലുള്ള ആ 11 അവതരണങ്ങൾ, ആ അവതരണങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ജാഗ്രത പുലർത്തണം എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഏത് സന്ദർഭത്തിലും ഉണ്ടാകാം എന്റെ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കൽ എന്ന് പറയും.